സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകൻ ഈശോയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നിട്ട് അവൻ പറയുകയാണ്, സ്നാപകൻ പറയുകയാണ്, എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു, പക്ഷേ എന്നോട് പറഞ്ഞവൻ, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ നിൽക്കും, അവനാണ് അയക്കപ്പെട്ടവൻ എന്നോട് പറഞ്ഞിരുന്നു. സ്നാനം കൊടുക്കുവാൻ എന്നോട് പറഞ്ഞിരുന്നവൻ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ നീ തിരിച്ചറിയും. നാം എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണല്ലേ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവൻ മാമുദീസ സ്വീകരിച്ചവരാണ്. അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ഒരു മിനിസ്ട്രിയാണ്. സ്നേഹിക്കാനും ക്ഷമിക്കാനും ദയ കാണിക്കാനും സൗമ്യനായിരിക്കാനും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവന് മനസ്സിലാകും, ഇവനിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്, ഇവൻ ദൈവത്തിനാൽ അയക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ദൈവത്താൽ മാറ്റിവെക്കപ്പെട്ടവനാണ്. അങ്ങനെ ഒരു കൃപാജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.